CPIM-ൽ ലയിക്കുന്നതിനായുള്ള KR ഗൗരിയമ്മയുടെ കാത്തിരിപ്പ് ഇനിയും എത്ര നാൾ നീളും? ലയന സമ്മേളനം വരെ തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം സ്വത്തിന്മേലുള്ള തർക്കത്തിൽ തട്ടി ഒടുവിലെല്ലാം മാറ്റിവെച്ചു. ലയന തീയതി പ്രഖ്യാപിച്ച കോടിയേരി തന്നെ ലയനം റദ്ദാക്കലും പ്രഖ്യാപിച്ചു. ചുരുക്കത്തിൽ സ്വത്തുമായി ഇങ്ങോട്ട് വന്നാൽ മതിയെന്നാണ് CPIM കുഞ്ഞമ്മയോട് പറയുന്നത്. പിണറായി വിജയനും വീട്ടിലെത്തി പറഞ്ഞത് മറ്റൊന്നല്ല. അപ്പോഴും ഗൗരിയമ്മ ആ ലയനത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ആസുരതാളം തിമിർക്കുന്നു ഹൃദയത്തിൽ, ആരോ നിശബ്ദമൊരു നോവായി നിറയുന്നു. നെഞ്ചിലാഴ്ന്നമരുന്നു മുനയുള്ള മൗനങ്ങൾ, ആർദ്രമൊരു വാക്കിൻ്റെ വേർപാടു നുരയുന്നു. അവരിപ്പോൾ ഒരു പാർട്ടിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്, JSS. ആ JSS-ൻ്റെതായ കുറേ ഓഫീസുകളും സംവിധാനങ്ങളും സംബന്ധിച്ചുള്ള അവകാശ തർക്കം ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് JSS-നെ പൂർണ്ണമായി CPM-ലേക്ക് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങൾ അവർക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന് സാങ്കേതികമായിട്ട് നിയമപരമായിട്ട് ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. ആ കാര്യം ഇലക്ഷൻ കമ്മീഷനെയും അറിയിച്ചുകൊണ്ടേ അവർക്ക് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ നിശ്ചയിക്കപ്പെട്ട 19-ാം തീയതി ആ ഡേറ്റ് അത് സാധിക്കുന്നതല്ല. അതിനുവേണ്ടി കുറച്ച് സമയമെടുക്കേണ്ടതായിട്ട് വരും. പ്രിയതരം വാക്കിൻ്റെ വേനൽ മഴത്തുള്ളി ഒടുവിലെത്തുന്നതും നോറ്റുപാഴ് സ്മൃതികളിൽ, കാത്തിരിപ്പൊറ്റയ്ക്കു കാതോർത്തിരിക്കുന്നു, കാത്തിരിപ്പൊറ്റയ്ക്കു കൺവാർത്തിരിക്കുന്നു. ഞാൻ ഉറങ്ങുമ്പോഴും കാത്തിരിപ്പൊറ്റയ്ക്ക് താഴെ ഒരൊറ്റയടിപ്പാതയറ്റത്തു വീഴും. നിഴൽപ്പരപ്പിന്നു കൺപാർക്കുന്നു എന്റെ മയക്കത്തിൽ, എന്റെ സ്വപ്നങ്ങളിൽ കാത്തിരിപ്പെന്തോ തെരഞ്ഞോടിയെത്തുന്നു. ആരെയോ ദൂരത്തു കണ്ട പോലാനന്ദമോദമോടെന്നെ വിളിച്ചുണർത്തിയിടുന്നു. മാപ്പിരക്കും മിഴി വീണ്ടുമോടിക്കുന്നു. ഭൂതകാലത്തിനുമപ്പുറം വീണ്ടുമൊരു വാക്കിൻ്റെ വേനൽ മഴത്തുള്ളി വീഴ്വതും നോറ്റു കനക്കും കരൾക്കുടം ചോരാതെ, കാത്തിരിപ്പൊറ്റയ്ക്കു കൺവാർത്തിരിക്കുന്നു, കാത്തിരിപ്പൊറ്റയ്ക്കു കാതോർത്തിരിക്കുന്നു, കാത്തിരിപ്പൊറ്റയ്ക്കു കൺവാർത്തിരിക്കുന്നു. അങ്ങനെ കൺപാർത്തിരുന്നിട്ടൊന്നും കാര്യമില്ല. CPIM-ൽ ലയിച്ചാൽ പാർട്ടി ഓഫീസുകൾ അടക്കമുള്ള സ്വത്തുക്കളെല്ലാം രാജൻ ബാബുവും KK ഷാജുവും ഒക്കെ ചേർന്ന് അവരുടെ JSS-ലേക്ക് കൊണ്ടുപോകും. ഗൗരിയമ്മയുടെ കാര്യം ഗോപിയാകും. അതുകൊണ്ടാണ് എല്ലാം കൊണ്ടിങ്ങ് പോന്നാൽ മതിയെന്ന് CPIM ആഹ്വാനം ചെയ്തത്. എന്തായാലും ലയനം റദ്ദാക്കിയ കാര്യം പ്രഖ്യാപിക്കുമ്പോഴും കോടിയേരിയുടെ ഓർമ്മകളിൽ കുഞ്ഞമ്മയെ ക്ഷണിക്കാൻ ചെന്ന ആ മുഹൂർത്തങ്ങളാണ്. 19-ാം സമ്മേളനം ഇല്ല, ലയന സമ്മേളനം എന്ന് പറഞ്ഞൊരു സമ്മേളനം 19-നില്ല. മുത്തശ്ശിക്ക് സുഖമാണ്? ഒരു കുഴപ്പവും ഇപ്പോഴില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നീ ക്ഷീണിച്ചല്ലോ. അത്രയുള്ളൂ മുത്തശ്ശി. കഴിഞ്ഞ ആഴ്ച ഞാൻ ചത്തുകൊണ്ടല്ലേ. വയനാട് താമരശ്ശേരി ചുരം ലാസ്റ്റ് ട്രിപ്പ് 10:30 ഫുള്ളായിട്ട് ആളെ കുത്തിച്ചിരിക്കുന്നുണ്ട്. ചാറ് മഴി ഫുൾ സ്പീഡും. ഞങ്ങളിങ്ങനെ ചുരം ഇറങ്ങി ഇങ്ങനെ വരികയാണ്. 12-ാമത്തെ എയർപിൻപെന്റ് വളവുണ്ടല്ലോ മുത്തശ്ശി, അവിടെ എത്തിയപ്പം ഗോമജ ഒറ്റ വരവാണ്. ഗോമജനും ബസ് നമ്മൾ നമ്പിയുടെ ബസ് ഇത്ര ദൂരമുള്ളൂ. ബ്രേക്ക് ചവിട്ടാനുള്ള ഒരു ദൂരമില്ല. രണ്ട് കളിപ്പിച്ചിട്ട് കുഞ്ഞിക്കൻ ഡ്രൈവർ ഒരൊറ്റ ചവിട്ട് ഒറ്റ ഓടിച്ചു. ബസ് പന്ത് ഉരുളുന്ന മാതിരി ഉരുണ്ട് ഒരു 10,500 അടി താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ 1,500 അടി കഴിഞ്ഞിരിക്കുന്നു. അതിനകത്തിരുന്ന് ഞാൻ ഒരൊറ്റ വിളിയാണ്, മുത്തശ്ശിയെ രക്ഷിക്കണേ. ഇത് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന് മുത്തശ്ശി. പിന്നെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോ ബസ് അവിടെ ഇങ്ങനെ നിൽക്കുക. എന്താ സംഭവം എന്നറിയോ? ഈ ഉണങ്ങി ചുരണ്ട ഒരു 3-4 വാഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. അതേ തട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മുത്തശ്ശി, എന്റെ പൊന്നു മുത്തശ്ശി. അല്ലല്ല, ഈശ്വരനെ രക്ഷിച്ച്. എന്റെ മുത്തശ്ശിയാണ് എന്നെ രക്ഷിച്ചത്. കണ്ടില്ലേ രോഗ കുത്തനായിട്ട് കണ്ടില്ലേ. ഇപ്പോൾ CPM-ഉമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയും യാതൊരു മാറ്റവും ഗൗരിയമ്മ വരുത്തിയിട്ടില്ല.
മച്ചിലെ വാവൽ കലമ്പലിൽ ഘടികാരമൊച്ചയുണ്ടാക്കും നിമിഷ പുഷ്പങ്ങളിൽ തെന്നൽ തലോടി തുറന്ന പടിവാതിലിൽ തെക്കു നിന്നെത്തുന്ന തീവണ്ടി മൂളലിൽ ഞെട്ടിയുണർന്നെത്തി നോക്കുന്നു പിന്നെയും ഒച്ചുപോലുൾവലിഞ്ഞിടുവാനെങ്കിലും വേദന വാരിപ്പുതച്ചു വീണ്ടും എന്റെ കാത്തിരിപ്പൊറ്റയ്ക്കു കൺപാർത്തിരിക്കുന്നു. ഗൗരിയമ്മയുടെ ഏകാന്തമായ ഈ കാത്തിരിപ്പിന് ഉടൻ അറുതിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് JS സഖാക്കൾ. സ്വത്തിന്റെ കാര്യത്തിൽ ഉടൻ ഒരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് സതീശന്റെ വേവലാതി. അവസാനം ആ കേസ് തള്ളി, അവർ തള്ളി. ആ തള്ളിയ വാർത്ത ഇന്നവരെ പത്രത്തിൽ വന്നിട്ടില്ല, ഞാൻ കൊടുത്തൂല്ല. അപ്പൊ ഇപ്പോഴും ചില ആളുകൾ പഴയ കേസ് അങ്ങനെ പെറോട്ടയുടെയും ഇറച്ചിയുടെയും ബലത്തിൽ